ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ ഞാൻ പോലും അറിയാതെ ഒരു ഓട്ടപ്പാച്ചിൽ മണ്ടി കൂടി വന്നതാണ്. അതിപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഓട്ടപ്പാച്ചിൽ വന്നത്. ഏതായാലും 10 മണി മുതലാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്തോളി. അങ്ങനെ രാവിലത്തെ ആ ഒരു പരിപാടി ഉണ്ടല്ലോ അതങ്ങോട്ട് തീർത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയത്. ആകപ്പാടെ ഒരു കുറ്റി പുട്ടേ ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു കേട്ടോ. പിന്നെ നീക്കുന്നതിനനുസരിക്കും ആളെ എണ്ണത്തിനനുസരിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഏതായാലും 8-10 എന്നില്ല ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ട് പോണത്. ഇത്രയും നല്ലൊരു അടുക്കള നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഇതുവരെ ഇത്രയും നല്ലൊരു അടുക്കള നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. രാവിലെ ഇവിടുന്ന് കെട്ടി പോയതാട്ടോ. എവിടേക്കാ ചോദിച്ചാൽ എങ്ങോട്ടുമില്ല, ഫോണുമ്മല്ല. രാവിലെ തന്നെ ഇന്ന് ഫോണുമ്മൽ തന്നെയാണ്. ഫോണുമ്മ തോണ്ടി തന്നെ റീല് കാണുന്നെ ഇതൊക്കെ തന്നെയായിരുന്നു പണി. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ബ്രെഡാട്ടോ സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കിയിട്ടാണ് രാത്രി തിന്നത്. അതിന് ടൊമാറ്റോ സോസ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ വെറുതെ ഇടാൻ പറ്റില്ല. അല്ലെങ്കിൽ രാത്രി ഞാൻ ടൊമാറ്റോ സോസ് ഉണ്ടാക്കി വെച്ചതായിരുന്നു. അതേതായാലും ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ പുട്ടുണ്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അവിടെ അകത്ത് നല്ല പാട്ടും കൂത്തൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു തുള്ളൽ നടന്നുകൊണ്ട് നോക്കുന്നത്. അപ്പോൾ ഇന്ന് പുട്ടായിരുന്നു. രാവിലെ ഞാനും മൂപ്പരും കൂടിയും പുട്ടും അതേപോലെ തന്നെ പഴവും തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് അങ്ങനെ പുട്ടും പഴവും ഇഷ്ടമല്ല കേട്ടോ. കറി എന്തെങ്കിലും അവർക്ക് വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ചുടുകയാണെങ്കിൽ തന്നെ നമുക്കൊരു മസാലപ്പുട്ട് ചൂടാന്നുള്ളത്. അപ്പോൾ ഉള്ളിയും കിഴങ്ങൊക്കെ വാട്ടിയിട്ട് ചിക്കൻ മസാലയൊക്കെ ഇട്ട് വാട്ടിയിട്ട് അങ്ങനെ ഒരു മസാലപ്പുട്ട് ചൂടാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ. ഉള്ളിയും കിഴങ്ങും ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ. കുഞ്ഞാറ്റ സ്കൂളിൽ പോയിട്ടുണ്ട്. മറ്റുള്ള രണ്ടാളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഓൾക്ക് പോകാനൊന്നും നേരമായിട്ടില്ലല്ലോ. ഏതായാലും ഞാൻ മസാലപ്പുട്ട് ചുട്ടെടുക്കാൻ നിൽക്കട്ടെ. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ആക്കം പോലെയാണ്. എപ്പോഴും എന്നും നമ്മൾ ഷടപടേ പണിയെടുത്തുകൊണ്ടാണ്. ഇന്നിപ്പോൾ ഏതായാലും ഞാൻ ആക്കം പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഏതായാലും വിജയൻ്റെ പാട്ടാണ് കേട്ടോ. അതാണ് ആ സ്റ്റെപ്പൊക്കെ അവിടെ കളിക്കാനുള്ള ഒരു കാരണം. അല്ലെങ്കിൽ ഓരോ പാട്ടിട്ടാൽ പിന്നെ ആ ഒരു മൂഡിലാവില്ല നമ്മൾ നിൽക്കുക. അപ്പോൾ പാട്ടിട്ടിട്ട് പണിയെടുത്താണ്ടല്ലോ പെട്ടെന്ന് തീർന്ന് കിട്ടണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ചോളി. അടിപൊളി ഒന്ന് മാറ്റം വരുത്തണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. മനസ്സിൽ വിചാരിച്ചൊക്കെ നടക്കണം എന്നൊന്നുമില്ല കേട്ടോ. അത് മുന്നേ കൂട്ടി പറയണമല്ലോ. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ കുത്തി കുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു നോട്ട് ബുക്കിലാണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ നടക്കോ ഇല്ലയെന്ന് തമ്പുരാനറിയാം. ഏതായാലും നടത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ശരിയാകൂല. ഇങ്ങനെ പോയാൽ ശരിയാകൂല എന്ന് മനസ്സും നമ്മൾ മൊത്തത്തിൽ ഇതാക്കണം ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മസാലപ്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മക്കൾ ഓരോ ചായ കുടിക്കാൻ പോകുന്നുണ്ട്. ചായ കുടിക്കുന്നുണ്ട്, അടിച്ചു വാരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു പുട്ടും ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി. അപ്പോഴാണ് വിചാരിച്ചത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് അടിച്ചു വാരാന്ന്. അടുക്കള ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ ആവശ്യമില്ലാത്ത കുപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റണം ആദ്യം ഒന്ന്. പിന്നെ നമ്മൾ പെരിച്ചായി ഉണ്ടല്ലോ, വലിയ എലി ഉണ്ടല്ലോ, എലി വലുതായത്. അപ്പോൾ അതാണ് ഈ മാന്തിയിട്ട് ഇവിടെ കാകപ്പാടെ മണ്ണുണ്ട് കേട്ടോ. നല്ലപോലെ മണ്ണുണ്ട് ഇവിടെ. നമ്മൾ പരിക്കം പോലെ ഇട്ടതാണ്. എന്നാലും അതിൻ്റെ ഉള്ളിൽ കൂടെ തുരന്ന് മണ്ണ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ആദ്യം നമുക്ക് അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് അടിച്ചു വാരി ആദ്യം ഈ പാത്രങ്ങൾ, കുറച്ച് അധികം പാത്രങ്ങളുണ്ട് കേട്ടോ. പുറത്ത് ഞാൻ കുറച്ചേ പാത്രങ്ങൾ ഇടരുള്ളൂ. എനിക്കിങ്ങനെ പാത്രം ഇഷ്ടംപോലെ കാണുന്നത് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പാത്രങ്ങൾ പുറത്ത് ഇടുള്ളൂ. ബാക്കി പാത്രങ്ങളൊക്കെ എടുത്ത് ഞാൻ കെട്ടിപ്പൂട്ടി വെക്കലാണ്. പൊതുവെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. പുതിയ പാത്രങ്ങളൊക്കെ പുറത്തിടാനായിട്ട് ഭയങ്കര മടിയാവൂലേ. അപ്പോൾ ഇക്കും അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പണി എടുക്കണതിൻ്റെ ഇടയിൽ ഇതാക്കണ് ഒരു കോള് വന്നതാണ്. നമ്മളെ പഞ്ചായത്തിൽ നിന്ന് ഒരു കോള് വന്നതാണ്. അപ്പോൾ ഇപ്പം തന്നെ പോയി ശരിയാക്കണം എന്ന് പറഞ്ഞാണ്ട്. അപ്പോൾ നമുക്ക് റെസിഡൻസി ഉണ്ടാക്കാൻ, ജാതി തെളിയിക്കാൻ, അതേപോലെ തന്നെ വരുമാനം ഉണ്ടാക്കാനെന്നൊക്കെ അക്ഷയയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും റെഡി ആയിട്ടില്ല എന്നും പറഞ്ഞിട്ട് നമ്മളെ റെസിഡൻസി പഞ്ചായത്തിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ അതിന് അത് ശരിയായിട്ടില്ല, നിങ്ങൾ കൊടുത്തത് തെറ്റാണ്, നിങ്ങൾ അക്ഷയയിൽ പോയിട്ട് ഒന്നും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി വേഗം പോന്നു കേട്ടോ. നമ്മൾ വടവർത്തത്തെ അക്ഷയയിലാണ് കേട്ടോ നമ്മൾ ഈ സാധനങ്ങളൊക്കെ, ഈ സാമഗ്രികളൊക്കെ നന്നാക്കാൻ കൊടുത്തത് അവിടെയായിരുന്നു. അപ്പോൾ അവിടുന്ന് അക്ഷയയിൽ പോകാതെ ഞാൻ പറഞ്ഞു അവിടെ ഒരു 190 റുപ്യൻ്റെ ഒരു ഷോപ്പിംഗ് മാൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി വരാമെന്ന് പറഞ്ഞ് ഏതായാലും വണ്ടി അപ്പുറ സൈഡിലാണ് നിർത്തേണ്ടത്. അപ്പോൾ വണ്ടി തിരിക്കാനായിട്ട് നമ്മൾ അവിടെ പോയി.
കോടതിപ്പടീൻ്റെ അവിടെയാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. കുറച്ച് ഒരു വലിയൊരു ഷോപ്പിംഗ് മാള് പോലെ കേട്ടോ. ഒരു മാസം 2 മാസം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു 199 എന്ന് കേൾക്കുമ്പോഴത്തേന് ചാടി വീണ് കുറേ ആൾക്കാരുണ്ടല്ലോ ഇന്നെപ്പോലെ. അപ്പോൾ അതേപോലത്തെ ആൾക്കാർക്കുള്ളതാണത്. അങ്ങനെ അവിടെ കയറി എന്തൊക്കെയോ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടല്ല പോയത്. 2-3-4 കുട്ടികൾക്ക് എന്തെങ്കിലും വിലക്ക് ചീപ്പ് റേറ്റിലുണ്ടെങ്കിൽ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ കുറച്ച് വിലയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ചുറ്റി നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാക്കണം, ഞാനൊരു കരിങ്ങാലീൻ്റെ മിക്സ് വാങ്ങിയിട്ടുണ്ട്. ആ വെള്ളത്തിൽ കലക്കി കുടിക്കാനായിട്ട്. പിന്നെ എന്താ വാങ്ങി വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയതൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കാണുമ്പോൾ നമുക്കൊന്നും വാങ്ങാൻ തോന്നൂല അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങണ്ടേന്നില്ല ഒരു എത്തും പിടിയില്ലാത്തൊരവസ്ഥയിലേക്കാരം ഉണ്ടാവുക. അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങളൊന്നും വാങ്ങിയില്ല. ഒരു പാൻചേർപ്പ് വാങ്ങി. പിന്നെ വേറെ എന്താ വാങ്ങിയത്, പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. എല്ലാതും ഇങ്ങനെ കണ്ട് നടന്ന് എനിക്കിങ്ങനെ അങ്ങാടി പൈക്കളമാർക്ക് ഇതൊക്കെ പടം കണ്ടാൽ മതി, വാങ്ങി തന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല. ഇതൊന്ന് കണ്ടാൽ എനിക്കൊരു സമാധാനമാണ്. അങ്ങനെ ഇത് കാണാനായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോന്നിട്ടുള്ളത്. മൂപ്പരെന്തൊക്കെ എടുത്തു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. തിരക്ക് ഇത്തിരി കുറവേത്. പിന്നെ മഴയും വെയിലും അങ്ങനെയാണല്ലോ ഇപ്പോൾ ഒരവസ്ഥ ഉള്ളത്. പിന്നെ ഇവിടുന്ന് ഞങ്ങളൊരു മുട്ടായി വാങ്ങിയിട്ട്, പണ്ടത്തെ മുട്ടായി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വിൽക്കണത്. എങ്ങനെ പോയാലും ആ ഒരു പണ്ടത്തെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഒന്നിനും കിട്ടൂലല്ലോ. ആ ഒരു പണ്ട് തിരിച്ചിങ്ങോട്ട് വരുന്നല്ല. അപ്പോൾ ഇത് കണ്ടപ്പോഴൊക്കെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ കുറേ ഓർമ്മയൊക്കെ വന്ന്. അങ്ങനെ ഇന്ന് ഒരു മുട്ടായി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തും ഉണ്ട് കേട്ടോ ഒരു വലിയൊരു കട പോലെയല്ല, ഇങ്ങനെ കെട്ടിമറിച്ചിട്ടുള്ളൊരു കടയായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ അപ്പുറം ഭാഗത്ത് കൂടെ പോയി. അപ്പുറം ഭാഗത്ത് കൂടെ പോയപ്പോൾ ഇങ്ങനെ ഇതാക്കണം, ഇങ്ങനത്തെ പൂക്കളും കൈകളൊക്കെ ഉള്ളത്. പിന്നെ ഡ്രസ്സും കാര്യങ്ങളുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. കുറച്ച് വില കുറവുണ്ട്, എന്നാലും നമുക്ക് ഒറ്റയടിക്ക് വാങ്ങാൻ കഴിയൂല. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പാടെ ഒന്ന് വീഡിയോ എടുത്ത്, നമുക്ക് വീഡിയോ ആണല്ലോ വേണ്ട, നമുക്ക് കണ്ടൻറ്റ് വേണമല്ലോ, എന്തെങ്കിലും ആയിട്ട് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരണമല്ലോ. അങ്ങനെ ഇതൊക്കെ വാങ്ങണം എന്നൊരു പൂതിയൊക്കെ ഉണ്ടായിരുന്നു, അച്ചാറൊക്കെ ഇട്ട് വെക്കാനൊക്കെ ആയിട്ട്. പിന്നെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇനി ഒരു ദിവസം അങ്ങനെ അയച്ചു വിട്ട പൈക്കളെ പോലെ വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിയിട്ട് പോകാം. ഇതിപ്പോൾ നമ്മൾ അക്ഷയക്ക് വന്നതാണല്ലോ, അപ്പം എത്രയും പെട്ടെന്ന് അവിടെ പോകും വേണം. കൂട്ടത്തിൽ ഇതാക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങാമല്ലോ വിചാരിച്ചിട്ടാണ് വണ്ടി ഇങ്ങോട്ട് തിരിച്ചിട്ടത്. ഏതായാലും അങ്ങനെ കൂടുതലൊന്നും വാങ്ങിയില്ല, ചെറിയൊരു പാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എങ്ങനെ പോകുകയാണെങ്കിലും പാത്രത്തുമ്മൊക്കെ കണ്ണുണ്ടാവുള്ളൂ കേട്ടോ, വേറെ ഒന്നും എൻ്റെ കണ്ണ് പോകൂല. ഏതായാലും വണ്ടി തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വണ്ടി തിരിച്ച് നമ്മൾ അതുകൂടാണ്ട് പോരുന്നുണ്ട്, നമ്മൾ കല്ലുവണ്ടി പ്ലോട്ടിൻ്റെ ആയിക്കൂടെ. അങ്ങനെ ഒരു ഉച്ചനേരം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞങ്ങളൊന്നും കുടിച്ചതും തിന്നതൊന്നുമില്ല. അപ്പോഴാണ് മൂപ്പര് പായസം കുടിക്കല്ലേ എന്നും പറഞ്ഞ്, എപ്പോഴെങ്കിലാണ് ആ ഒരു തൊള്ളയിൽ നിന്ന് അങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പോൾ ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി എന്നും പറഞ്ഞായിരിക്കും ഞാനും പായസം കുടിക്കാൻ ഇറങ്ങിയതാണ്, അതും നട്ടുച്ചക്ക്. അത് നല്ല രസമുണ്ടായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു. പുറത്താണെങ്കിൽ നല്ലതും വെയിലും ഉണ്ടായിരുന്നു കേട്ടോ, നല്ല വെയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കടയിൽ നിന്ന് ഇതാക്കണം, നമ്മൾ ഇടയ്ക്ക് പായസം വന്ന് കുടിക്കലുണ്ട് കേട്ടോ. വലിയ ടേസ്റ്റാണ്, തിരക്കടൊന്നുമില്ല. അപ്പോൾ പായസം ഊതി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പം നല്ല രസമാണല്ലോ. ഇവിടെ ഇങ്ങനെ ഭയങ്കര ഒച്ചയും കേട്ടോ, നമ്മൾ ആ ഒരു വീടിൻ്റെ ഒച്ച ഉണ്ടല്ലോ, അപ്പോൾ ഭയങ്കര ഒച്ച. ഈ ഫോറസ്റ്റ് ആണല്ലോ, നമ്മളെ കാനോലിയിലൊക്കെ വലിയ ഫോറസ്റ്റ് അല്ലേ, അപ്പുറക്കൂടെയൊക്കെ. അങ്ങനെ കനോലി പ്ലോട്ടിൻ്റെ ആ ഒരു കവാടമാണ് ഇട്ടത്. കുറേ ചിത്രങ്ങളും കാര്യങ്ങളും ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു കവാടത്തിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ കടന്നിട്ടില്ല, അവിടെ എന്താണെന്നൊക്കെ അറിയും കൂടിയില്ല. എല്ലാവരും പറഞ്ഞ് കേട്ട ആ ഒരു അറിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. വലിയ തേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ട അറിവുള്ളൂ. ഞാൻ അതുവരെ പോയിട്ടൊന്നുമില്ല. നമ്മളെ നാടാണ് പറഞ്ഞിട്ട് കാര്യമല്ല, മുറ്റത്തെ മുല്ലൊക്കെ എപ്പോഴും മണം ഉണ്ടാവില്ലല്ലോ വല്ലാതെയൊന്നും. അപ്പം അങ്ങനെ കുറേ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഞാനൊന്ന് വീഡിയോ എടുത്തു. അപ്പം ഈ ഒരു പായസം കുടിച്ച് കയ്യും വേണമല്ലോ, ജ്യൂസൊക്കെ ആണെങ്കിൽ നമുക്ക് വലിച്ച് കുടിക്കായിരുന്നു. അപ്പോൾ പായസം ആകുമ്പോൾ കട്ടി ചൂടാണ്, പിന്നെ നാവൊക്കെ പൊള്ളിയിട്ടാണ് കുടിക്കണതൊക്കെ. അപ്പം സംഭവം ഏതായാലും രസമുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ, ഞാൻ ഏതായാലും കണ്ടിട്ടില്ല. ആക്കമ്പാലൊക്കെ കാണണം, ഇതെവിടേക്കും പോകണമെന്നില്ലല്ലോ, നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു എൻട്രി ഇതാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇപ്പം അങ്ങോട്ട് പ്രവേശനം ഉണ്ടോ ചോദിച്ചാൽ അതൊക്കെ അറിയാൻ പാടില്ല, കാരണം അപ്പുറം പുഴയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് വെള്ളം തന്നെ പുഴയിൽ നല്ലപോലെ കയറിയിട്ടുണ്ട്. അങ്ങനെ പായസം കൂടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ട് പോന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അക്ഷയയിലാണ് വന്നിരിക്കണത്. അക്ഷയയിൽ വന്നപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇരുത്തം, പഞ്ചായത്തിലൊക്കെ പോയാൽ പിന്നെ ഒരു ഇരുത്തം കണ്ടതാണല്ലോ. അങ്ങനെ അക്ഷയയിൽ ഇവിടെ പേപ്പർ വായിക്കാൻ വന്നിരുന്നതാണെന്ന് തോന്നും. അപ്പോൾ അവിടെ വിളിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെല്ലണത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫയൽ. ഈ ഒരു ഫയൽ എടുത്താൽ പിന്നെ വൈകുന്നേരത്തിൻ്റെ കയ്യിൽ നിന്ന് വെക്കുള്ളൂ കേട്ടോ. ഇതിലിപ്പം എന്തൊക്കെയോ സാധനങ്ങൾ പഞ്ചായത്തിലിപ്പം ഗ്രാമസഭയിൽ
എന്തൊക്കെയോ ആനുകൂല്യങ്ങൾ എഴുതി കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഫോമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ജാതി കളിയനും റെസിഡൻസിയും പിന്നെ വരുമാനം എല്ലാതും വേണം തെളിയിച്ച് കൊടുക്കുമോൽക്ക്. അല്ലെങ്കിൽ നമുക്ക് ഒരു സാധനം തെന്ന് കിട്ടൂല. അപ്പം മിന്നൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നുണ്ട്. കാരണം ഇതൊക്കെ ഏതോ കാലത്ത് എടുത്തതാണ്. കാരണം ചെറുപ്പത്തിലായപ്പെടുത്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ അക്ഷയയിൽ ഇതാക്കണം അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും ആ ഉച്ച ടൈം ആയതുകൊണ്ട് ആളും കുറവായിരുന്നു. നമ്മൾ 1-2 തന്നെ ആളുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ ശരിയാക്കി ഞങ്ങൾ ഇനി ഒരു പഞ്ചായത്തിലും കൂടി പോകണം. അതിനിപ്പം നാളെ മറ്റന്നൊക്കെ പോയി കൊടുക്കണം. ഇന്ന് ഏതായാലും കഴിയണില്ല. അങ്ങനെ പച്ചക്കറി വാങ്ങാൻ വന്നതാണ്. അപ്പോൾ പച്ചക്കറി കടയിലാണെങ്കിൽ ഇന്ത്യൻകാടിലും വയസ്സായ ചേനയാണ് ഉള്ളത്. അതേപോലെ തന്നെ ചക്കരക്കിഴങ്ങും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇന്ത്യൻകാടിലും ഒരു 2-3-4 വയസ്സ് മൂത്ത ചക്കരക്കിഴങ്ങുമാണ് ഉള്ളത്. അതുകൊണ്ട് അത് രണ്ടും ഞങ്ങൾ വാങ്ങിയിട്ടില്ല. പിന്നെ കുറച്ച് ഫ്രഷ് തോന്നി കുറച്ച് പച്ചക്കറി ഞങ്ങൾ വാങ്ങിയിട്ട് പോന്നു. കുമ്പളങ്ങും തിരക്കേടൊന്നുമില്ല, പൊട്ടിക്കീറി അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ളേന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് പച്ചക്കറിയും വാങ്ങിയിട്ട് ഞങ്ങൾ വേഗം തിരിച്ചു പോന്നിട്ട് ഇനിയിപ്പോൾ കറി ഉണ്ടാക്കിയിട്ടൊക്കെ വേണം, ചെന്നിട്ട് വേണം കറി ഉണ്ടാക്കാനായിട്ട്. ചോറ് മറ്റോളോടൊന്ന് വെച്ച് ഊറ്റിക്കോന്നും പറഞ്ഞിട്ടാണ് പോന്നതാണ്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ അതിന് മഴ പെയ്തു കേട്ടോ. ഇങ്ങനെ ഇടക്കും തലക്കുമാണ് മഴ ഉള്ളത്. വെയിൽ വരുമ്പോൾ നല്ല വെയിലും കാര്യങ്ങളാവും, മഴ പെയ്താൽ പിന്നെ പെരും മഴയാവും. അങ്ങനെയാണുള്ളത്. ഏതായാലും തിരക്കടില്ല, ശരിയാക്കി പോന്നിട്ടുണ്ട്. അതൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കൊല്ലമൊക്കെ ജാതിയൊക്കെ മാറുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കാൻ പോകുമ്പോൾ അങ്ങനത്തെ ഒരു ചിന്താഗതികൾ ഉണ്ടായാലുണ്ട്. അപ്പോൾ ജാതി സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുമ്പോൾ അതാണ് കൊല്ലം നമുക്ക് ജാതി കാണല്ലോ. ഒരു 3 കൊല്ലമാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു കാലാവധി ഉള്ളത്. 3 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ജാതി തെളിയിക്കാനുള്ള രേഖകൾ കൊണ്ടുപോകണം. അങ്ങനെയാണ്. ഏതായാലും ഇപ്പം അക്ഷയയിലും പഞ്ചായത്തിലും അവിടെ ഇവിടെയൊക്കെ മക്കളെ കാര്യത്തിനൊക്കെ ഓടി നടക്കണതുകൊണ്ട് വീഡിയോ തന്നെ ശരിക്കാനായിട്ട് ഇടാനാണ്ട് കഴിയണില്ല. ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ നല്ല വെള്ളമുണ്ട്, കലക്കും ഉണ്ട് കേട്ടോ. ഏതായാലും എന്നാൽ ശരി എന്നാൽ.